Pressure of an ideal gas. Postulates of kinetic theory of gases 2 മാർക്കിന്റെ സെക്ഷനിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്രഷൻ ഫോർ ദി പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എന്നതാണ്. നമുക്കറിയാം, അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, molecules of a gas are in a state of random motion. ഒരു ബോക്സിൽ, ആ ബോക്സിന്റെ ഒരു വശം L ലെങ്ത് ഉള്ളതാണ്. അതിൽ ഐഡിയൽ ഗ്യാസ് എടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. റാൻഡം മോഷനിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ അവ ബോക്സിലും ചെന്നിടിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പ്രഷർ ഉണ്ടാവും. കാരണം യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. ഇവിടെ ബോക്സിലെ ഗ്യാസ് മോളിക്യൂൾസിന്റെ വെലോസിറ്റി കാണിച്ചിരിക്കുന്നു, നോക്കുക. Vx is the velocity of gas molecules along the x-axis. Vy is the velocity of gas molecules along the y-axis. And Vz is the velocity of gas molecules along the z-axis. x-axisലെ മോളിക്യൂൾസിനെ പരിഗണിക്കാം. x-axis ആവുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് പരിഗണിക്കുമ്പോഴേക്കും y-z കമ്പോണൻസിന് വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ കൊളീഷന് മുമ്പും കൊളീഷന് ശേഷവും ഉള്ള മൊമെന്റം എടുക്കാം. മൊമെന്റം ബിഫോർ കൊളീഷൻ P ഈക്വൽ ടു mvx. മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ P ഈക്വൽ ടു മൈനസ് mvx. ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആവുമല്ലോ. സോ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ P ഈക്വൽ ടു മൈനസ് mvx. ചേഞ്ച് ഇൻ മൊമെന്റം ഇംപാർട്ടഡ് ടു ദി വോൾ. വോളിന് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് mvx മൈനസ് mvx, ദാറ്റ് ഈസ് ഈക്വൽ ടു 2mvx ആയിരിക്കും. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ ചേഞ്ച് ഇൻ മൊമെന്റത്തെ അതിനെടുത്ത സമയം t കൊണ്ട് ഹരിക്കണം. സോ dp/dt ഈക്വൽ ടു 2mvx ഡിവൈഡഡ് ബൈ t. വാട്ട് ഈസ് vx? vx കണ്ടുപിടിക്കണം. നമുക്കറിയാം, വെലോസിറ്റി എന്നാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ബോക്സിന്റെ ലെങ്ത് ക്യാപിറ്റൽ L ആണ്. L ഡിസ്റ്റൻസ് അങ്ങോട്ടും L ഡിസ്റ്റൻസ് ഇങ്ങോട്ടും കൊളീഷന് വേണ്ടി ട്രാവൽ ചെയ്യണം. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയായിരിക്കും? 2L ആയിരിക്കും. Therefore, time for collision is t equal to distance divided by velocity, or t equal to 2L divided by Vx ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി dp/dt, അതിൽ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ dp/dt എന്നത് 2mvx ഡിവൈഡഡ് ബൈ t ആണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതായത് 2mvx ഡിവൈഡഡ് ബൈ ടിക്ക് പകരം 2L/Vx കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. Vx ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോൾ Vx ഇൻറ്റു Vx സ്ക്വയർ വരും. ഓർ dp/dt ഈക്വൽ ടു mvx സ്ക്വയർ ഡിവൈഡഡ് ബൈ L എന്ന് കിട്ടും. ഒരിക്കൽ കൂടി പറയുന്നു, ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ F ഈക്വൽ ടു dp/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അതിന് ആനുപാതികമായിട്ടായിരിക്കും ഫോഴ്സ് അനുഭവപ്പെടുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം dp/dt നേരത്തെ ചെയ്തു. അതാണ് ഇത് 2mvx ഡിവൈഡഡ് ബൈ t. ഇതിൽ ടിയുടെ വാല്യൂ t ഈക്വൽ ടു 2L/Vx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F ഈക്വൽ ടു dp/dt എന്നത്
2mvx divided by t. That is equal to 2mvx divided by 2l by vx equal to mvx square by l എന്ന് കിട്ടും. ഇനി മീൻ സ്ക്വയർ വെലോസിറ്റി എടുക്കാം. v square bar equal to vx square bar plus vy square bar plus vz square bar ആണ്. എല്ലാ ഡിറക്ഷനിലും സെയിം വെലോസിറ്റി ആയതുകൊണ്ട് vx square bar equal to vy square bar equal to vz square bar. അതല്ലെങ്കിൽ v square bar is the same as എങ്ങനെ എഴുതാം 3vx square bar or vx square bar equal to v square bar divided by 3. ഇനി f equal to mvx square divided by l എന്ന ഇക്വേഷനിൽ vx സ്ക്വയറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? f equal to m by l ആദ്യം എഴുതാം. സോ f equal to m by l into vx square. That is the same as m by l into v square bar divided by 3. Okay? That is mv square bar divided by 3l. Or f equal to 1 by 3 m v square bar divided by l. Okay? പ്രഷർ എന്നാൽ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്. Therefore P equal to F by E. ഫോഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. 1 by 3 m v square bar divided by l. ഏരിയ എന്താണ്? ബോക്സിന്റെ ഏരിയ that is L square. എന്തുകൊണ്ടാണ്? ഒരു വശത്തിന്റെ നീളം L ആണ്. അതുകൊണ്ട് ഏരിയ is L square. Therefore pressure P equal to 1 by 3 m v square bar divided by L cube. Okay? L ഉം L സ്ക്വയറും കൂടിയാണ് L cube എന്ന് വരുന്നത്. ഇവിടെ എന്താണ് L cube എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോക്സിന്റെ വോളിയം ആണ്, V ആണ്. സോ പ്രഷർ P equal to 1 by 3 m v square bar divided by V. Okay? v square bar എന്നത് മീൻ സ്ക്വയർ വെലോസിറ്റി ആണ്. V എന്നത് വോളിയം ഓഫ് ദി ബോക്സ് ആണ്. ക്യാപിറ്റൽ N മോളിക്യൂൾസ് ആണ് ബോക്സിലുള്ളത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ P equal to 1 by 3 n m v square bar divided by V ആയിരിക്കും. ഇനി നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, അതായത് ക്യാപിറ്റൽ N ബൈ V എന്നുള്ളതിനെ സ്മോൾ n കൊണ്ട് സൂചിപ്പിക്കാനാവുമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? P equal to 1 by 3 small n small m v square bar. ഇത് P equal to 1 by 3 capital N small m v square bar divided by capital V എന്ന എക്സ്പ്രഷന് സമാനമായത് തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ small n is the number of molecules per unit volume. Small n equal to capital N by capital V എന്ന് കൊടുക്കുമ്പോഴാണ് നമ്മുടെ എക്സ്പ്രഷൻ P equal to 1 by 3 n m v square bar എന്ന് കിട്ടുക.